ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. ഇടുക്കി ജില്ലയിലെ പൊതുവെയുള്ള അവസ്ഥ എങ്ങനെയാണ്? വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണോ? മൂന്നാർ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകളുടെ യാത്ര നിരോധിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഇടുക്കി ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ടാണ്. പക്ഷേ കാര്യമായ മഴ ഇപ്പോൾ പെയ്യുന്നില്ല. ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്നലെ രാത്രിയിലത്തെ മഴയിൽ സംഭവിച്ചാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വെള്ളിലാംകണ്ടം എന്ന് പറയുന്ന സ്ഥലമാണ്, കട്ടപ്പനയ്ക്കടുത്താണ്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടായി ഈ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോഴെന്തായാലും ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് നേര്യമംഗലം മുതൽ അതുപോലെ തന്നെ വാളറ, അടിമാലി, മൂന്നാർ വരെയുള്ള ഭാഗത്ത് വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിലുണ്ട്. അത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് മാറ്റിയ സ്ഥലങ്ങളിലാണ് ആ മണ്ണിടിച്ചിൽ എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. ആ പശ്ചാത്തലത്തിൽ ജില്ലയിലെ രാത്രിയാത്ര ഉൾപ്പെടെ നിരോധിച്ചിരുന്നു. ഇന്നും നാളെയും പൂർണ്ണ നിരോധനമാണ്. മാത്രമല്ല ജില്ലയിൽ ശക്തമായ കാറ്റ് വീശുന്നു. മരമൊക്കെ കടപുഴകി വീഴാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തോട്ടം മേഖലയിലും അതുപോലെ തന്നെ തൊഴിലുറപ്പ് ജോലികളിലെയും നിരോധനം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അത് ഈ തോട്ടം മേഖലയിലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അവധി വേതനത്തോടു കൂടി നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല പൊതുവെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മഴ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ശക്തമായ മഴയുള്ള സമയത്ത് ഒരു കാരണവശാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഇടുക്കി ജില്ലയിൽ 3 ഡാമുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അത് ചെറു ഡാമുകളാണ്. വലിയ തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു.